ജീവനക്കാരെ ശാസിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടു. അത് ഒരു കമ്പനിയിൽ ജീവനക്കാരെ ഒരു തൊഴിലുടമ ശാസിക്കാനിടയായി. അത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് ക്രിമിനൽ കുറ്റമാണ്, അതിനുള്ള കേസെടുത്തു. ആ കേസ് റദ്ദാക്കിക്കൊണ്ടാണ്, ആ കേസ് ക്വാഷ് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒബ്സർവേഷൻ നടത്തിയത്, നിരീക്ഷണം നടത്തിയത്. അപ്പോൾ അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞ കാര്യമുണ്ട്, കാണുന്നതിനെല്ലാം അങ്ങ് ശാസിക്കാൻ ഒക്കത്തില്ല. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ഈ ശാസന പാടുള്ളൂ. അതായത് ഒരാൾ ജോലി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അയാൾ അനാവശ്യമായിട്ട് ആബ്സെൻ്റ് ആവുക, വരാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവിടെ വെച്ചുള്ള പെരുമാറ്റ ദൂഷ്യം, ഇൻസബോർഡിനേഷൻ, ഇതൊക്കെ വന്നാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് ശാസിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ക്രിമിനൽ കുറ്റമല്ല. അതുകൊണ്ട് കാണുന്നിടത്തെല്ലാം ഏത് പരിരക്ഷ അങ്ങ് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരു തൊഴിലുടമയ്ക്ക് ശാസിക്കാം, അയാൾ ശമ്പളം തരുന്നവനാണ്. ആ ശമ്പളം കൊടുക്കുന്നവന് അയാളുടെ തൊഴിലാളികളെ നിലയ്ക്ക് നിർത്താം, ഒരു കുഴപ്പമില്ല, തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം മാത്രം. അല്ലാതെ വേറെ കാര്യം പറഞ്ഞുകൊണ്ട് അയാളെ അടിക്കാനോ ഇടിക്കാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. ശാരീരിക ഉപദ്രവങ്ങളൊന്നും പാടില്ല, മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങളും പാടില്ല. പക്ഷേ തൊഴിലിനകത്തുള്ള വീഴ്ച അവർക്ക് ചൂണ്ടിക്കാണിക്കുന്നതും അതിനെ സംബന്ധിച്ച് ശാസിക്കുന്നതും ഒരു ക്രിമിനൽ കുറ്റമല്ല. അതിന് മനപ്രയാസം ഉണ്ടായെന്നൊന്നും പറഞ്ഞ് കേസൊന്നും കൊടുക്കാൻ ഒക്കത്തില്ല. ശാരീരിക ഉപദ്രവം ഒരിക്കലും പാടില്ല. അത് തൊഴിലിലെ വീഴ്ച ഉണ്ടെങ്കിൽ പോലും അതൊന്നും ചെയ്യാൻ പാടില്ല. അതല്ലാത്ത കാര്യത്തിന്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ശാസിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല എന്ന് സുപ്രീം കോടതി കണ്ടു. വളരെ നല്ല തീരുമാനം.